ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കിഡിലൻ മ്യൂച്വൽ ഫണ്ടാണ്. അതിൻ്റെ ഒരു വർഷത്തെ റിട്ടേൺ എത്രയാണെന്നറിയോ? 88%. ഇത്രയും റിട്ടേൺ തന്നിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ വളരെ വളരെ കുറവാണ്. നമുക്ക് ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു SIP കാൽക്കുലേറ്റർ എടുത്തിട്ട് ഒന്ന് കണക്ക് കൂട്ടി നോക്കാം. നമ്മളൊരു മാസം 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു, 10 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതായത് SIP ആണ്, എല്ലാ മാസവും 5000 രൂപ. അവിടുത്തെ റിട്ടേൺ എത്രയാണ്? 88%. കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേ ഞാൻ പറയാം, ഈ റിട്ടേൺ എല്ലാ വർഷവും കിട്ടില്ല. ഉറപ്പാണ്, ഇത് കിട്ടില്ല. പക്ഷേ കിട്ടിയാൽ എത്ര ആയിരിക്കും? നമ്മൾ മൊത്തം ഇൻവെസ്റ്റ് ചെയ്യുന്ന 6 ലക്ഷം രൂപയാണ്. 10 വർഷം കഴിയുമ്പോൾ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 35 കോടിയാണ്. 35.6 കോടി. 6 അല്ല, 7 കോടി കേട്ടോ. 35.7 കോടിയാണ് മൊത്തം വാല്യൂ. 6 കോടി നമുക്ക് കിട്ടുന്ന ലാഭമാണ് 35.6 കോടി. അടിപൊളിയല്ലേ? അപ്പോൾ എന്തായാലും ഇത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത സ്വപ്നമാണ്. ഇത്രയും റിട്ടേൺ, 88% റിട്ടേൺ വെറും 10 വർഷം കിട്ടിയാൽ മതി. കൺസിസ്റ്റൻ്റായിട്ട് കിട്ടണം. പക്ഷേ അത് നടക്കാൻ സാധ്യതയില്ലാത്ത സംഭവമാണ്. എന്നാൽ ചുമ്മാ അങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്തോ കേട്ടോ, അത് നടന്നു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതൊക്കെ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് 3 വർഷത്തെ റിട്ടേൺ ഒന്ന് എടുത്ത് നോക്കാം. 3 വർഷത്തെ റിട്ടേൺ 37.34%. ഇതൊരു വലിയ റിട്ടേൺ ആണ്. അതായത് ഓരോ വർഷവും ഇത്രയും റിട്ടേൺ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊന്ന് കൂട്ടി നോക്കാം. 37% കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടുന്നു? മോശമില്ലാത്തൊരു ഫിഗർ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ 6 ലക്ഷം രൂപയാണ് 10 വർഷം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് 62 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. 62.3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് ഏകദേശം ഒന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിട്ടേൺ ആണ്. ഇത്രയും കിട്ടണമെന്നില്ല, കിട്ടിയാൽ പൊളിച്ചു. അടുത്ത ഒരു 5 വർഷത്തേക്ക് ഞാൻ ഈ ഒരു ഫണ്ടിൽ നല്ലൊരു പൊട്ടൻഷ്യൽ കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് 5 വർഷത്തിൽ ഒതുങ്ങണം എന്നില്ല, അതിൽ കൂടുതലും നിന്നേക്കാം. 10 വർഷമൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ഈ റിട്ടേൺ, അതായത് ഒരു വർഷം 88%, അടുത്ത വർഷം ഒരു 50%, അതിൻ്റെ അടുത്ത വർഷം ഒരു 60%, പിന്നെ ഒരു വർഷം ഒരു 20%, അങ്ങനെയൊക്കെ കിട്ടിയാലും മതി. ഓൺ ആൻഡ് ആവറേജ് നമുക്കൊരു 37% റിട്ടേൺ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് വളരെ വലിയ പ്രോഫിറ്റാണ്. ഇതിപ്പോൾ 1 കോടി ആക്കണമെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജസ്റ്റ് ഒന്ന് ഒരു 10,000 ആക്കി കഴിഞ്ഞാൽ ആകുമായിരിക്കും. ഞാനൊരു 7,000 ആക്കാം. അപ്പോൾ എല്ലാവർക്കും 7,000 ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ജസ്റ്റ് ഞാനൊരു 7,000 ആക്കാം. അപ്പോൾ 87.2 ലക്ഷമായി. കുഴപ്പമില്ല, നമുക്ക് 5,000 തന്നെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നീട് പൈസ ഉണ്ടെങ്കിൽ വേറെ ഒരു നല്ല ഫണ്ട് കണ്ടുപിടിച്ച് ഇൻവെസ്റ്റ് ചെയ്താലും മതി. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഫണ്ടിൻ്റെ 5 വർഷത്തെ റിട്ടേൺ നമുക്ക് നോക്കാം. 29.42%. ഇത് 5 വർഷമായിട്ട് കൊടുക്കുന്നു അല്ലേ? ഓൺ ആൻ ആവറേജാണ്. ചില വർഷം കൂടാം, ചില വർഷം കുറയാം. ഇപ്പോൾ ഒരു 5,000 രൂപ വെച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. 29.42 അല്ലേ? അപ്പോൾ നമുക്ക് 29.42% അടിക്കുന്നു. കാൽക്കുലേറ്റ് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ റിട്ടേൺ എന്ന് പറയുന്നത് 6 ലക്ഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് 36 ലക്ഷമായിട്ട് മാറുന്നു. വലിയ കുഴപ്പമില്ല. ഈ 29 നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിട്ടേൺ ആണ്. അടുത്ത ഒരു 5-10 വർഷത്തേക്ക് ഈ ഒരു റിട്ടേൺ കിട്ടാൻ സർവ്വ സാധ്യതയുണ്ട്. ഇതൊക്കെ നമ്മുടെ എക്സ്പെക്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ മോശമില്ലാത്ത ഒരു റിട്ടേൺ തന്നെയാണ്. ഇനി നമുക്ക് മാക്സിമം റിട്ടേൺ എത്രയാണെന്ന് നോക്കാം. മാക്സിമം റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഈ ഫണ്ട് തുടങ്ങിയ അന്ന് മുതലുള്ള ഇന്ന് വരെയുള്ള റിട്ടേൺ, അതായത് 2012 മുതൽ 2024 ഇന്ന് വരെയുള്ള റിട്ടേൺ, അത് 18.42%. ഇതിൽ ഒരുപാട് കയറ്റിറക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, നേരത്തെ ഈ ഒരു ഫണ്ടിൽ പൊട്ടൻഷ്യലൊന്നും ഇല്ലായിരുന്നു. ഈ പൊട്ടൻഷ്യൽ വന്ന് ഇവിടെ നിങ്ങൾ നോക്കിയാൽ ലാസ്റ്റ് ഒരു വർഷം ഒരു വലിയ ഹൈക്കാണ് ഈ ഒരു ഫണ്ടിൽ ഉണ്ടായിരിക്കുന്നത്. ഈ ഹൈക്ക് ഒരു അടുത്ത 5 വർഷത്തേക്ക് കണ്ടിന്യൂ ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ ഫണ്ടിൻ്റെ പേരാണ് ബന്ധൻ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്. ഇതൊരു ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടാണ്. ഈ 18.42% നിങ്ങൾക്ക് കിട്ടിയുള്ളെങ്കിൽ പോലും അതൊരു നല്ല റിട്ടേൺ തന്നെയാണ്. എന്നാൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 30%-ന് മുകളിൽ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ്. ഇനി നമുക്ക് യോഗം ഉണ്ടെങ്കിൽ 40-50 ഒക്കെ അത് ആയേക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം ഒരുപാട് ബിഗിനേഴ്സ് നമ്മുടെ ചാനൽ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഫണ്ടിൽ മാത്രമായിരിക്കരുത്. ഞാൻ ഇതിനു മുമ്പ് മോട്ടിലാൽ ഓസ്വാളിൻ്റെ മിഡ് ക്യാപ്പ് ഫണ്ടിനെ കുറിച്ച് പറഞ്ഞിരുന്നു. നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ ആ ഒരു ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു ഇൻഡെക്സ് ഫണ്ടാണ്, ഇതൊരു സെക്ടോറൽ ഫണ്ടാണ്, അല്ലെങ്കിൽ തീമാറ്റിക് ഫണ്ട് എന്ന് പറയും. ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളിലാണ്. ഇന്ത്യയുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഫ്യൂച്ചർ തന്നെയാണ്. 2047 ഇന്ത്യ ഒരു വികസിത രാജ്യമായിട്ട് ഉയർത്തുമെന്നാണ് ഇപ്പോൾ നിലവിലുള്ള ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ചിട്ടുള്ള പ്ലാനിങ്ങുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. റോഡുകൾ, ബിൽഡിങ്ങുകൾ, ബ്രിഡ്ജുകൾ, റെയിൽവേസ്,
റൺവേസ്, ഇന്ത്യ അടിമുടി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരാണ് ഇങ്ങനെ മാറ്റുന്നത്? നമ്മുടെ ഇന്ത്യയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളാണ് ഇന്ത്യ ഇങ്ങനെ മാറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അടുത്ത കുറേ വർഷത്തേക്ക് ഈ ഒരു സെക്ടറിന് നല്ലൊരു പോസിറ്റീവായിരിക്കും എന്നുള്ളത്. എത്ര കോടി കണക്കിന് രൂപയുടെ റോഡുകളാണ് ഓരോ ദിവസവും പണിതുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ത്യയുടെ മുക്കിലും മൂലയിലും പണിതുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സിനാരിയോ 5 വർഷത്തേക്ക്, മിനിമം 5 വർഷത്തേക്കിലും ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇത് 10 വർഷം കഴിഞ്ഞാലും കാണാൻ സാധ്യതയുണ്ട്. കാരണം വികസിത രാജ്യമായിട്ട് ഇന്ത്യയെ മാറ്റുമെന്ന് പറയുന്ന വർഷം 2047 ഇത് 2024. ഇനി 20 വർഷത്തിന് മുകളിലേക്കുണ്ട്. അത്രയും വർഷം നമ്മുടെ റോഡുകളും പാലങ്ങളും ബ്രിഡ്ജും ഒക്കെ നല്ല ഇൻ്റർനാഷണൽ ക്വാളിറ്റിയിലായാൽ മാത്രമേ ഇതൊരു വികസിത രാജ്യമായിട്ട് പറയാൻ പറ്റൂ. അതുമാത്രവുമല്ല, മറ്റ് കാര്യങ്ങളുമുണ്ട്. ആ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഈ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ അടുത്ത ഒരു 20-25 വർഷത്തേക്ക് ഈ ഒരു സെക്ടറിന് ഞാനൊരു പോസിറ്റീവ്നെസ്സാണ് കാണുന്നത്. അതെല്ലാം പോട്ടെ, അടുത്ത 5 വർഷത്തേക്കെങ്കിലും നമുക്കിത് പ്രതീക്ഷിക്കാം. കാരണം ഗവൺമെൻറ് മാറാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. എന്നാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ മറ്റ് ഇൻഡെക്സ് ഫണ്ടുകളിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യണം. അതിനൊരു ഉദാഹരണം മോട്ടിലാൽ ഓസ്വാളിൻ്റെ മിഡ് ക്യാപ്പ് ഫണ്ടാണ്. വേറെയും ഉദാഹരണങ്ങളുണ്ട്. ആക്സിസിൻ്റെ സ്മോൾ ക്യാപ്പ് ഫണ്ടിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബ്ലൂ ചിപ്പ് ഫണ്ടുകളിൽ ഏതെങ്കിലും ഒന്നിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. ഒന്നിൽ കൂടുതൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ഫണ്ടിന് ഇനി നല്ല ഗ്രോത്ത് വരാൻ സാധ്യതയുണ്ടെന്ന് പറയാനുള്ള കാരണം, ഇതേ സെക്ടറിൽപ്പെട്ട മറ്റൊരു ഫണ്ടിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇതെൻ്റെ 5 പൈസയിലെ മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ് ആണ്. ഇതിൽ നമ്മൾ ആകെ 2.5 ലക്ഷം രൂപ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത് 3,33,000 സംതിങ് ആണ്. നെറ്റ് ഗെയിൻ ലോസ് എത്രയാണ്? 33.56. ഇതിങ്ങനെ കുറഞ്ഞ് നിൽക്കുന്നത് നോക്കണ്ട. പലതിലും 100% മുകളിലൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഇങ്ങനെ കുറഞ്ഞ് നിൽക്കുന്നത് നമ്മൾ പുതിയ ഫണ്ടുകളിൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ഇപ്പോൾ ഞാൻ കുറച്ച് പുതിയ ഫണ്ടുകൾ അപ്സ്റ്റോക്സിലെ അക്കൗണ്ടിലും വേറെ കുറച്ചെണ്ണം ഏഞ്ചൽ വണ്ണിലുമാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ മ്യൂച്വൽ ഫണ്ടിലെ ചെറിയൊരു ഹോൾഡിംഗ് ആണ്. ഇതിൽ ഒരു സംഭവം കാണിച്ചു തരാം. ICICI പ്രുഡൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്. ഈ ഒരു ഫണ്ട് ഇതേ സെക്ടറിൽപ്പെട്ട ഫണ്ടാണ്. അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ്, എൻ്റെ ഡേറ്റ് ഞാൻ എടുക്കുന്നില്ല, അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഡേറ്റ് ഇപ്പം എക്സലൊക്കെ എടുത്ത് നോക്കണം, 1 വർഷം ആയിട്ടില്ല, ഞാനൊരു 10,000 രൂപ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന റിട്ടേൺ 70% മുകളിലാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം 70.28. അതായത് 10,000 രൂപ 17,027 രൂപയായിട്ട് ഉയർന്നു. സെക്ടർ ഏതാണ്? ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ ഈ ICICI പ്രുഡൻഷ്യലിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിനെ കഴിഞ്ഞ് കുറച്ചും കൂടെയും റിട്ടേൺ കൂടുതൽ തരുന്ന ഫണ്ടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഈ ഒരു സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫണ്ടിൻ്റെ കൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ മറ്റൊരു ഫണ്ട് ഞാൻ പറഞ്ഞത് മോട്ടിലാൽ ഓസ്വാളിൻ്റെ മിഡ് ക്യാപ്പ് ഫണ്ടാണ്. കാരണം ഏതെങ്കിലും ഒരു സെക്ടർ ഡൗൺ പോയാലും ഈ ഒരു മിഡ് ക്യാപ്പ് ഫണ്ട് ഡൗൺ പോകാനുള്ള സാധ്യതയില്ല. ഒരു സെക്ടർ ഡൗൺ പോയി എന്ന് കരുതിയിട്ട് ഇത് ഡൗൺ പോകാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഫണ്ടിൽ കൂടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ നന്നായിരിക്കുമെന്ന് പറയാനുള്ള ലോജിക്ക്. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ ഫണ്ടിലേക്ക് തിരിച്ചു വരാം. വെറും 100 രൂപ വെച്ച് SIP ചെയ്ത ഒരാൾക്ക് എത്ര പൈസ ഇപ്പോൾ ആകുന്നുണ്ട് എന്ന് നോക്കാം. 2019 SIP ചെയ്തു. അതായത് 5 വർഷം മുമ്പ് 100 രൂപ വെച്ച് SIP ചെയ്തു. എല്ലാ മാസവും 100 രൂപ ഇടുന്നു. ഇപ്പോഴത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 6,100 അതായത് ഏതൊരു സാധാരണക്കാരനും ഇത് ചെയ്യാൻ പറ്റും. അതാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. 6,100 എന്നാൽ അദ്ദേഹത്തിന് 5 വർഷം കൊണ്ട് 189.95% റിട്ടേൺ കിട്ടി. അതായത് ഇപ്പോഴത്തെ വാല്യൂ 17,396. അപ്പോൾ ആർക്കും വളരെ ചെറിയ പൈസ വെച്ച് പോലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെൽത്ത് ക്രിയേഷൻ മെത്തേഡാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 5 പൈസ അക്കൗണ്ട് കാണിച്ചില്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ ഫണ്ട് കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഇവിടെ കണ്ടില്ലേ ഇൻവെസ്റ്റ് മോർ. അപ്പോൾ ഇൻവെസ്റ്റ് മോർ എന്നുള്ളത് ആദ്യം നമ്മൾ ആ ഫണ്ട് കാണുമ്പോൾ ഇൻവെസ്റ്റ് എന്നായിരിക്കുകയാണ്, നേരെ ഇൻവെസ്റ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. റെഡീം നമുക്ക് വിൽക്കണമെങ്കിൽ ഈ റെഡീമിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിപ്പോൾ പലരും ചോദിക്കുന്ന ഡൗട്ടായതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ പറഞ്ഞത്. എങ്ങനെ വിൽക്കണം എന്ന് അറിയില്ല എന്നൊക്കെയുള്ള കമൻറ്റുകൾ വന്നായിരുന്നു. ഈ റെഡീമിൽ ഞെക്കിയാൽ മതി കേട്ടോ, സുഖമായിട്ട് വിൽക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ P&L 2 ലക്ഷത്തിന് മുകളിൽ ആയിട്ടുണ്ട്. ഇത് ETF-ൻ്റെയും സ്റ്റോക്കിൻ്റെയും P&L ആണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരിടത്ത് മ്യൂച്വൽ ഫണ്ട് നടക്കുന്നുണ്ട്, ഒരിടത്ത് ETF സ്റ്റോക്കും നടക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിൻ്റെ കാര്യം ഞാൻ വേറെ ഒരു വീഡിയോയിൽ പറയാം. പക്ഷേ ഇപ്പം ഞാൻ നിങ്ങളോട് പറയാൻ വന്നത് മ്യൂച്വൽ ഫണ്ടിൻ്റെ കാര്യം മാത്രമാണ്. കാരണം ഇതൊരു മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണല്ലോ. അപ്പോൾ ഫണ്ടിൻ്റെ പേര് മാത്രം പറഞ്ഞു വിട്ടാൽ പോരാ,
അതിൻ്റെ പുറകിലുള്ള കാരണങ്ങൾ കൂടി പറഞ്ഞു വിടണം. അല്ലെങ്കിൽ ബിഗിനേഴ്സ് ട്രാപ്പിലാകാൻ സാധ്യതയുണ്ട്. സ്റ്റോക്കിലും ETF-ലും ഒരു പ്രത്യേക സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണ് ഞാനിങ്ങനെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അത് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവുമെങ്കിലും ബിഗിനേഴ്സിന് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് പറയുന്നുണ്ട്. എന്നാൽ മ്യൂച്വൽ ഫണ്ടിൽ ഞാൻ ചില സംഭവങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിലൊന്ന് ഈ പരാഗ് പരീഖിൻ്റെ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് ഇവിടെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു ഫണ്ട് നമുക്ക് ഏത് കാലത്തും ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഫണ്ടാണ്. ഈ ഒരു ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടിൽ പല മാർക്കറ്റ് ക്യാപ്പിലുള്ള കമ്പനികളുണ്ട്. സ്മോൾ ക്യാപ്പ് ഉണ്ടാകാം, മിഡ് ക്യാപ്പ് ഉണ്ടാകാം, ലാർജ് ക്യാപ്പ് ഉണ്ടാകാം. അതിൽ തന്നെ പല കാറ്റഗറീസിലുള്ള കമ്പനികളുണ്ടാകാം. IT ഉണ്ടാകാം, ഫാർമ ഉണ്ടാകാം, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാകാം, റെയിൽവേ ഉണ്ടാകാം, FMCG ഉണ്ടാവാം, ഫിനാൻസ് ഉണ്ടാകാം. ഇങ്ങനെ പല കമ്പനികളും ഇതിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പം ഏതെങ്കിലും ഒരു സെക്ടറോ 2 സെക്ടറോ ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഈ ഫണ്ട് ഡൗൺ ആകണമെന്ന് ഒരു നിർബന്ധവുമില്ല. എന്നാൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ബന്ധൻ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഒരു സെക്ടറൽ ഫണ്ടാണ്, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്ടറിന് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഈ ഫണ്ട് താഴെ പോകാൻ സാധ്യതയില്ലാത്ത സംഭവങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും ഗവൺമെൻറ് മാറി, എന്തെങ്കിലും ഗവൺമെൻറ്റിന് ഒരു അനിശ്ചിതാവസ്ഥ വന്നു, ഗവൺമെൻറ് പോളിസിയിൽ മാറ്റം വന്നു, വിഷൻ മാറി, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ഇൻഫ്രാസ്ട്രക്ചറിന് ബെനിഫിറ്റ് ഇല്ലെങ്കിൽ ഈ ഫണ്ടും താഴെ പോകും. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്ര റിസ്ക് എടുത്തിട്ട് ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അതിന് കാരണം ഈ റിട്ടേൺ ആണ്. ഹൈ റിട്ടേൺ വേണമെങ്കിൽ ഹൈ റിസ്ക് ഉള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. മ്യൂച്വൽ ഫണ്ട് മാത്രമല്ല, ETF ഉണ്ട്, സ്റ്റോക്കുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് റിട്ടേൺ കിട്ടുന്ന സ്റ്റോക്കാണ്. സ്റ്റോക്കിൽ നമുക്ക് ETF വെച്ചിട്ടൊരു സ്ട്രാറ്റജി ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ധൈര്യമായിട്ട് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കുന്നത്. അത് ലോസിലേക്ക് വന്നാൽ പോർട്ട്ഫോളിയോ റീബാലൻസിങ് ഒക്കെ ഞാൻ വീഡിയോ ചെയ്തത് നിങ്ങൾ കണ്ടില്ലല്ലോ, കുറേ പേര് കണ്ടില്ല. ഓക്കെ, അത് പഠിക്കേണ്ടവർ കാണുക, അല്ലാത്തവർ കാണണ്ട. എന്തായാലും ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതാ HDFCയുടെ ഡിഫൻസ് ഫണ്ട്. ഇത് നമുക്ക് 138% പ്രോഫിറ്റിലാണ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. ഏതാണ്ട് 1 വർഷമായിട്ടുള്ളൂ. ചെറിയ പൈസ 10,000 രൂപ മാത്രമാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. എന്നാൽ ഇത് ഹൈ റിസ്ക് ഫണ്ടാണ്. അടുത്ത് SBIയുടെ ഓട്ടോമോട്ടീവ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് ഈയിടെ ഇൻവെസ്റ്റ് ചെയ്തേ 25,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, നമുക്ക് 4% പ്രോഫിറ്റ്. ഇത് ഹൈ റിസ്ക് ഫണ്ടാണ്. എന്നാൽ SBIയുടെ ഫോക്കസ്ഡ് ഇക്വിറ്റി ഫണ്ട് അത്ര റിസ്ക് ഉള്ള ഫണ്ടല്ല. റിസ്ക് ഉണ്ട്, എന്നാലും അത്ര ഒരു സംഭവമില്ല. അതിൻ്റെ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് 27.90% ക്വാണ്ടിൻ്റെ മിഡ് ക്യാപ്പ് ഫണ്ട്, ഇതൊക്കെ ഞാൻ ഈ ഇടയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ വലിയ റിട്ടേൺ ഇല്ല കേട്ടോ, 12.5% ഒക്കെ ഉള്ളൂ, അധികം ആയിട്ടില്ല. നിപ്പോൺ ഇന്ത്യയുടെ സ്മോൾ ക്യാപ്പ് ഫണ്ട് ഒരു 47% അതിൻ്റെ റിട്ടേൺ. 10,000 രൂപ മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ ഞാൻ അപ്സ്റ്റോക്സിലും ഏഞ്ചലിലും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഒരിടത്ത് ചെയ്യാതിരിക്കാനൊരു കാരണമുണ്ട്. അത് ഞാൻ വഴിയെ മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇതൊരു സെക്ടോറൽ ഫണ്ടാണ്. അതായത് റിസ്ക് വളരെ ഉയർന്നതാണ്. അതുകൊണ്ട് തന്നെ മറ്റ് ഫണ്ടുകളിൽ കൂടി നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ ഇത് തുടർച്ചയായിട്ട് ലോസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യുകയും അതിന് പകരമായിട്ട് മറ്റൊരു ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുക. അതായത് മിഡ് ക്യാപ്പാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. മോട്ടിലാൽ ഓസ്വാളിൻ്റെ മിഡ് ക്യാപ്പ് ഫണ്ടൊക്കെ നല്ല ഫണ്ടാണ്. നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനലിൽ ETF-ൻ്റെ ഒരു ലിസ്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു. ETF-ൻ്റെ ഒരു എക്സലൻ്റ് ഷീറ്റ് അത് ഫ്രീ ടെലിഗ്രാം ചാനലിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ. കാരണം യൂട്യൂബിൽ അതിനുള്ളൊരു ഫെസിലിറ്റി ഇല്ല. നമുക്ക് എക്സൽ ഒന്നും ഷെയർ ചെയ്യാൻ മാർഗ്ഗമില്ല. അപ്പോൾ പിന്നെ നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനൽ വഴിയാണ് ഷെയർ ചെയ്യാൻ മാർഗ്ഗമുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ആ ETF-ൻ്റെ ലിസ്റ്റ് അവിടെ ഇട്ടിട്ടുണ്ട്. അത് കാലാകാലങ്ങളിൽ, അതായത് 2-3 ആഴ്ച കൂടുമ്പോൾ ഞാനൊന്ന് റിവൈസ് ചെയ്തിട്ട് ആ ലിസ്റ്റ് ഇടും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കുറേ പണി കുറഞ്ഞ് കിട്ടും. എന്നിട്ട് അതിൽ നല്ല ETF-കൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടിക്കർ ടൈപ്പിൻ്റെ പ്രീമിയം പ്ലാൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഇതേപോലത്തെ ഫണ്ടുകളും കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നത് ഈ ടിക്കർ ടൈപ്പിലെ പല സ്ക്രീനേഴ്സും യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ സ്റ്റോക്കും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രീമിയം വെർഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇനിയിപ്പോൾ നമ്മുടെ കോഴ്സ് പലരും ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജൂലൈ മാസം നമ്മുടെ പുതിയ ബാച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാം. ജൂലൈ 1 അല്ല, മിക്കവാറും ജൂലൈ 2nd വീക്ക്. അപ്പം ഇപ്രാവശ്യം നമ്മൾ ലിമിറ്റഡ് ആൾക്കാരെ മാത്രമേ എടുക്കുന്നുള്ളൂ. താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അതിനെപ്പറ്റിയിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നമ്പർ കൊടുത്തേക്കാം. ഇനി നമുക്ക് ഇതിലെ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഒന്നാമതായിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള എന്തുകൊണ്ടാണ് ബന്ധൻ ഇൻഫ്രാസ്ട്രക്ചർ സെലക്ട് ചെയ്ത്. കാരണം ഇതിൻ്റെ PHC പോയി നോക്കിക്കഴിഞ്ഞാൽ മറ്റു ഫണ്ടുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ICICI പ്രുഡൻഷ്യലിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടുണ്ട്. ഇതിൽ ഓൾറെഡി ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ 1 ഇയർ റിട്ടേൺ ഇവിടെ കാണാം 70.37 അല്ലേ.
എന്നാൽ ബന്ധൻ്റെ 89.61 അതായത് 88 നമ്മൾ നേരത്തെ കണ്ടല്ലോ, 88 89 അങ്ങനെ ഒരു ദിവസത്തെ ഇങ്ങനെ മാറ്റം ഉണ്ടാവും. അതായത് ഏറ്റവും കൂടുതൽ ഇവിടെ റിട്ടേൺ തന്നിരിക്കുന്ന ബന്ധൻ ഇൻഫ്രാസ്ട്രക്ചറാണ്. 3 വർഷത്തെ റിട്ടേൺ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ICICI തന്നെയാണ് തന്നിരിക്കുന്നത്. ബന്ധന് 37 ഉള്ളൂ. ഇനിയിപ്പോൾ ലൈഫ് CAGR നോക്കിക്കഴിഞ്ഞാൽ പോലും അത് ICICI ആണ് കൂടുതൽ തന്നിരിക്കുന്നത്, ചെറിയ വ്യത്യാസമുള്ളൂ. അപ്പോൾ അത് ഏതാണ്ട് ഈക്വലാണെന്ന് പറയാം. പക്ഷേ ഒരു വർഷത്തേൽ ബന്ധനാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത്. ബാക്കി എല്ലാ ഫണ്ടുകൾക്കും, അതായത് വേറെ 3 ഫണ്ടുകളാണുള്ളത്. അപ്പോൾ മറ്റെല്ലാ ഫണ്ടുകൾക്കും ഈ ബന്ധനെ കഴിഞ്ഞും റിട്ടേൺ കുറച്ച് കുറവാണ്. അതൊരു കാര്യം. ഇനിയിപ്പം ഇവരുടെ പിയർ കമ്പാരിസൻ്റെ ഗ്രാഫ് നമുക്കിവിടെ കാണാം. എക്സ്പെൻസ് റേഷ്യോ നോക്കിക്കഴിഞ്ഞാലും അപ്പോൾ അതെന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ബന്ധൻ്റെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് 0.97% ആണ്. എന്നാൽ ICICI പ്രുഡൻഷ്യലിൻ്റെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് 1.13% ആണ്. DSPയുടെ ആണെങ്കിൽ 1.05% ആണ്. എന്നാൽ ഇവിടെ ക്വാണ്ടിന് എക്സ്പെൻസ് റേഷ്യോ കുറവാണ്, 0.66% ഉള്ളൂ. പക്ഷേ ക്വാണ്ട് നമ്മൾ ഒഴിവാക്കാൻ കാരണം ഈയിടെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അത് വലിയ രീതിയിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ബാധിക്കാൻ സാധ്യതയില്ല. അതായത് ക്വാണ്ടിൽ നിങ്ങൾക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ ബാധിക്കാൻ സാധ്യതയില്ല. എന്നാലും ഒരു നെഗറ്റീവ് ന്യൂസ് വന്നുകൊണ്ട് നമ്മൾ ക്വാണ്ട് ഒഴിവാക്കി. എക്സ്പെൻസ് റേഷ്യോ അവിടെ വളരെ കുറവായിരുന്നു, എന്നിട്ട് പോലും നമ്മൾ ക്വാണ്ട് ഒഴിവാക്കിയത് അതുകൊണ്ടാണ്. ഇനി അടുത്തത് SBIയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടാണ്. എക്സ്പെൻസ് റേഷ്യോ 1.34% ആണ്. ഭീകര എക്സ്പെൻസ് റേഷ്യോ ആണ്. 1 ഇയർ റിട്ടേൺ കുറവുമാണ്. ഇനി അടുത്തത് HSBCയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടാണ്. എക്സ്പെൻസ് റേഷ്യോ 0.97% ഉള്ളെങ്കിലും ഒരു വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് 73%. അപ്പോൾ ഇതിൽ മൊത്തത്തിൽ നോക്കുമ്പം നമ്മുടെ ബന്ധൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന് എക്സ്പെൻസ് റേഷ്യോ കുറവുമാണ്, റിട്ടേൺ കൂടുതലുമാണ്. ഇത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഈ ഒരു ഫണ്ട് തിരഞ്ഞെടുക്കാനായിട്ട്. അടുത്തത് എക്സിറ്റ് ലോഡാണ്. ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ വിഡ്രോ ചെയ്താൽ 0.50% എക്സിറ്റ് ലോഡുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു മാസത്തിനുള്ളിൽ വിൽക്കണ്ട കേട്ടോ. ഒരു മാസത്തിനുള്ളിൽ വിറ്റാൽ മാത്രമേ ഇത്രേ ഉള്ളൂ. ഒരു മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ എക്സിറ്റ് ലോഡില്ല. പിന്നെ മിനിമം ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് 1000 രൂപയാണ്. SIP മിക്കവാറും 100 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യായിരിക്കും. പിന്നെ ലോക്ക് ഇൻ പീരീഡ് ഒന്നുമില്ല. ഇത്ര വർഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടേ എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കഴിഞ്ഞിട്ടേ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല. അതുപോലെ നിങ്ങൾ നല്ല നല്ല സ്റ്റോക്കുകളുടെ വീഡിയോസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് കയറി വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ വീഡിയോ ചെയ്തത്. നല്ല സ്റ്റോക്കുകൾ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പലതിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ട്രേഡ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയില്ല. എന്തായാലും ഈ ആഴ്ച ഒരു നല്ല സ്റ്റോക്ക് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ സ്റ്റോക്ക് തപ്പിപ്പോയപ്പോഴാണ് എനിക്ക് ഈ ഒരു ഫണ്ട് കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തു എന്നേ ഉള്ളൂ. ഞാൻ ഈ ഒരു ഫണ്ടിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന 25,000 രൂപയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതും കൂടി ഒന്ന് കണ്ടതിന് ശേഷം വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതിനായിട്ട് നമ്മൾ 5 പൈസയിലെ മ്യൂച്വൽ ഫണ്ട് എന്ന ഭാഗത്ത് പോയി ഇനി ഇവിടെ ക്വിക്ക് ബൈ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു. ഇനി ഫണ്ടിൻ്റെ പേര് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ബന്ധൻ ഇൻഫ്ര അടിച്ചു കൊടുക്കാൻ വരേണ്ടതാണ്. ഓക്കെ, ബന്ധൻ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് പ്ലാൻ, ഇതാണ് നമ്മുടെ ഫണ്ട്. നമ്മൾ സെലക്ട് ചെയ്തു, 1 ടൈം സെലക്ട് ചെയ്തു, എമൗണ്ട് സെലക്ട് ചെയ്തു, ഇൻവെസ്റ്റ് നൗ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു, UPI ID എൻ്റർ ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാനൊന്ന് സ്കിപ്പ് ചെയ്യുകയാണ്. ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം തിരിച്ചു വരാം. ഇപ്പോൾ നമ്മുടെ ഓർഡർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇവിടെ കാണാം ഓർഡർ ലംസം ബന്ധൻ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഗ്രോത്ത് ഡയറക്റ്റ് പ്ലാനാണ്. 25,000 രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. 26 ജൂണിലാണ് നമ്മളിത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വ്യൂ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നീ ഫണ്ട് നമുക്ക് കിട്ടുമെന്നൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഓർഡർ പെൻഡിങ് ആണ്. ഓർഡർ IDയും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നോർമലി 3 വർക്കിംഗ് ഡേ കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഫണ്ട് കിട്ടുക. പിന്നെ ഞാനിവിടെ ലാപ്ടോപ്പിൽ ചെയ്തപ്പോൾ എനിക്ക് പേയ്മെൻറ്റിൽ ഒരു തടസ്സം നേരിട്ടിരുന്നു. അതുകൊണ്ട് ഞാൻ മൊബൈലിലാണ് 5 പൈസയുടെ മൊബൈൽ ആപ്പ് വഴിയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ചെയ്താൽ മതി. വളരെ സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇതൊരു ഹൈ റിസ്ക് ഉള്ള ഒരു ഫണ്ടാണ്. പക്ഷേ ഇതെങ്ങനെ മാനേജ് ചെയ്യണമെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ ആ റിസ്ക് ഏറ്റെടുത്തിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതറിയില്ലാത്തവരൊരു പക്ഷേ അങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഫണ്ടിൽ ആ കാര്യം കൂടി വിശദമായിട്ട് പറഞ്ഞതെന്ന്. എന്തിന് നമ്മൾ റിസ്ക് ഉള്ള ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ റിട്ടേൺ കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിസ്ക് ഉള്ള ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടേതായ സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അത് ചെയ്യുക. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിട്ട് മാത്രം ചെയ്യുക. ഞാനിത് ചെയ്തു എന്ന് കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും ചെയ്യേണ്ടതില്ല. പഠിക്കാനായിട്ട് ശ്രമിക്കുക, പഠിക്കുക, എന്നിട്ട് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കുക. ഇതുപോലുള്ള നല്ല ഫണ്ടുകൾ വരുമ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഞാൻ ഇതിൽ നല്ല റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നല്ല കമ്പനികൾ വരുമ്പോൾ
ഓൾറെഡി ഒരു കമ്പനി ഞാൻ പറഞ്ഞില്ല, ഈ ആഴ്ച നമുക്കൊരു വീഡിയോ ചെയ്യാം. നല്ല കമ്പനികൾ വരുമ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് വരാം. ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എന്നാൽ മാത്രമേ ഇനി അടുത്ത ടോപ്പിക്ക് ഏതാണെന്ന് എനിക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.